ഇപ്പോൾ കഥ പോകുന്നൊരു വ്യത്യാസം നമുക്ക് തോന്നും. പക്ഷേ കൊള്ളാം, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ലാലേട്ടന് കുറേ നാളിന് ശേഷം ഒരു ഫീൽ ഗുഡ് പടത്തിൽ കാണുന്നത്. സത്യനന്ദിക്കാട് ലാലേട്ടൻ കോമ്പോ ഇറക്കിയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ നല്ല പടമായിരുന്നു. നമ്പർ 1 ഫിലിം ബെസ്റ്റ്. പടം കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. വെരി നൈസ് ഫിലിം, വെരി ലൈറ്റ് ഹാർട്ടഡ്, വെരി നൈസ് ഫിലിം. ഇറ്റ് വാസ് അമേസിംഗ്. കുഴപ്പമില്ല. നല്ല പടമാണ്. ഒന്നും പറയാം, നല്ല പടമാണ്. നല്ല പടമായിരുന്നു. സൂപ്പർ, നല്ല പടം. സൂപ്പറായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല ഫീൽ ഗുഡ് പടമായിരുന്നു. ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. എടുത്തു പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അതാ തോന്നിയത്. ഒരുപാട് ചിരിച്ചു. തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല പടം, നല്ല ഫാമിലി പടം. സത്യനന്ദിക്കാട് പടം കൊള്ളാം. മോഹൻലാലിൻ്റെ ഒരു പക്ക ഫീൽ ഗുഡ് വേണം. സത്യനന്ദിക്കാട് പക്ക പടം, നല്ല ഫീൽ ഗുഡ് വേണം. മറ്റേയും അത് സംഗീതം മോഹൻലാലിന് കട്ടക്കായിട്ട് കോമ്പോ ഉണ്ട്. നല്ല പൊളി പടം, നല്ല ഫാമിലി പടം. ഒരു ഓണച്ചിത്രം തന്നെയാണ്. ഓണസ്റ്റ് പറയുന്നത് സൂപ്പർ പടം, വീട് പടം, ഒരു രക്ഷയില്ല. ഒരു ഫാമിലി മൂവി, എല്ലാ ഫാമിലീസിനും കാണാൻ പറ്റിയൊരു മൂവി. എടുത്തു പറയാന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളി. അതായത് നമുക്ക് സംഗീതിൻ്റെ പെർഫോമൻസ് രക്ഷയില്ല. സംഗീത് മോഹൻലാലിയുടെ കട്ടക്ക് നിൽക്കുന്നു. ഒരു പുതുമ നടനായിട്ട് പോലും മോഹൻലാലിയുടെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. ആക്ഷനിലെ എല്ലാം പക്ക കോമഡികളാണ്. എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. നല്ല കോമ്പോ. രണ്ടുപേരും തിരിച്ചാൽ അതേപോലെ നിൽക്കുന്നു. ആക്ഷൻ ആയാലും ആ ഒരു കോമ്പിനേഷൻ പക്ക കൊള്ളാം. സൂപ്പറായി. കോമഡി ആവശ്യത്തിനുണ്ട്. കൊള്ളാം. കൊള്ളാം. നല്ലതായിരുന്നു. സിനിമയും കൊള്ളാം, കോമഡിയും കൊള്ളാം. ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം. നല്ല ഫിലിം. മോഹൻലാലിൻ്റെ കുടുംബങ്ങൾക്കൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. അതും സത്യനന്ദിക്കാടിൻ്റെ പടമല്ലേ. അടിപൊളിയാണ്. അതും ആവശ്യത്തിനുണ്ട്. നല്ല ഫീൽ ഗുഡ് മൂവി ആണ്. സത്യനന്ദിക്കാടിൻ്റെ സ്ഥിരം മൂവീസ് പോലെ തന്നെയാണ്. മോഹൻലാലിൻ്റെ പെർഫോമൻസ് കൊള്ളാം. ഫീൽ ഗുഡ് മൂവിയാ. നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. കൊള്ളാം. നല്ല ഫീൽ ഗുഡ് മൂവി, ഫാമിലി ആയിട്ട് കാണേണ്ട നല്ലൊരു പടം. എല്ലാവർക്കും കാണാൻ പറ്റിയത്. സൂപ്പർ. മോഹൻലാൽ സൂപ്പർ സിനിമയായിരുന്നു. ധൈര്യമായിട്ട് കണ്ടോളാം. ഞാൻ പ്രഷർ എടുത്ത് പറയുകയാണ്. നല്ല സിനിമ, എത്ര വേണമെങ്കിലും കാണാം. നല്ല ഫീൽ ഗുഡ് മൂവി. കോമഡിയൊക്കെ നല്ല കോമഡിയാണ്. നല്ല സ്റ്റാൻഡേർഡ് കോമഡി. തുടക്കം തൊട്ട് ഒരു അവസാന ഭാഗം വരെയൊക്കെ കോമഡി ഉണ്ട്. നല്ല കോമ്പിനേഷനാണ്. നന്നായി കാണാം. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ നല്ലൊരു സിനിമയായിട്ട് കാണാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും ധൈര്യമായിട്ട് വന്ന് കാണാം. സാധാരണക്കാർക്കുള്ള സാധാരണ സിനിമ. അല്ല, അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഹാർട്ട് ഫെയിലിയറായിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വെക്കുന്ന ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഫീലിങ്സ് നമുക്ക് ശരിക്കും കിട്ടിയിരുന്നു. ലാലേട്ടൻ എല്ലാ ഫിലിമിലും ബെസ്റ്റാണല്ലോ. നല്ല കോമഡിയും കൊള്ളായിരുന്നു. കാരണം അത്യാവശ്യം ആ ഒരു പിക്ചറിലുടനീളം കോമഡി ഉണ്ടായിരുന്നു. അത്യാവശ്യം കോമഡി ഉണ്ടായിരുന്നു. നല്ല മൂവിയാണ്. നമുക്ക് മോഹൻലാലിൻ്റെ പടം ഇഷ്ടപ്പെടും. വയലൻസ് അധികം ഇല്ലാത്തതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട്. കോമഡി സാരമില്ല.